ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു നോൺ ഡ്രൈ ക്ലേ കൊണ്ടുള്ള ഒരു ക്രിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പഴയ ഒരു ബോട്ടിലിൻ്റെ അടപ്പെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഈ ഒരു ക്ലേ വെച്ചിട്ട് സ്കൾപ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇത്തവണ നമ്മൾ വീണ്ടും ഒരു ഗണപതി ഐഡോളാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഷോർട്ട് വേർഷൻ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് സ്കൾപ്റ്റിംഗ് അറിയണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടും പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഒന്നും കൂടെ ലോങ് വേർഷൻ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോയുടെ പ്രത്യേകത, നമ്മൾ ഇതുവരെ എല്ലാം എയർ ഡ്രൈ ക്ലേ വെച്ചിട്ടാണ് സ്കൾപ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ക്ലേ ഒരിക്കലും ഉണങ്ങാത്തൊരു ക്ലേ ആണ്. അതായത് നമ്മൾ എത്ര ഉണ്ടാക്കി വെച്ചാലും നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും റീമോൾഡ് ചെയ്ത് വീണ്ടും വീണ്ടും ചെയ്യാം. ഈ ടൈപ്പ് ഓഫ് ക്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബക്കറ്റിലോ ഒരു പാത്രത്തിലൊക്കെ ആയിട്ട് കടയിലൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ കുറച്ചും കൂടെ ഒരു അഡ്വാൻസ് ലെവലിലുള്ള ഒരു ക്ലേ ആണ്. കുറച്ചും കൂടെ ഒരു മോൾഡബിൾ ആയിട്ടുള്ള ക്ലേ ആണ്. കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ളതും നമുക്ക് കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ക്ലേ ആണ്. ഇപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്ലേയുടെ പേരാണ് പ്ലാസ്റ്റിസീൻ. അപ്പോൾ പ്ലാസ്റ്റിസീൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലേ എന്നൊന്നും ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല. പ്ലേ ഡോ എന്നൊക്കെ ചോദിച്ചാൽ കിട്ടുമായിരിക്കും. എനിക്കിത് അവൈലബിലിറ്റി എങ്ങനെയാണെന്ന് അറിയില്ല. ഓൺലൈനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി വേറൊരു വീഡിയോയിലാണെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എനിക്കറിയില്ല, ഞാൻ ഓൺലൈനിലൊന്നും നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഇത് ഞാനിവിടെ അടുത്തൊരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഈ ഒരു ക്ലേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ സ്കൾപ്റ്റിംഗ് ഡോളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ആദ്യം ഏത് ക്ലേ വാങ്ങിക്കണം, ഏതെങ്കിലും ക്ലേ അഫോർഡബിൾ ആയിട്ടുണ്ടോ, വീട്ടിൽ ക്ലേ ഉണ്ടാക്കാൻ അത്രയ്ക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അറിയില്ല, അത്രയും വേസ്റ്റ് ആക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ക്ലേ ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലേ ഒരു വാക്സ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്ലേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വാട്ടർ സൊല്യൂബിൾ അല്ല. അപ്പോൾ നമുക്ക് മറ്റ് എയർ ഡ്രൈ ക്ലേ ഒക്കെ ആണെങ്കിൽ നമുക്ക് വാട്ടർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനും ഒക്കെ പറ്റും. ഇതിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നാൾ ഇത് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് മോൾഡ് ചെയ്യാം, റീമോൾഡ് ചെയ്യാം, വീണ്ടും വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു ബിഗിനറായിട്ടുള്ള ഒരാൾ ഇപ്പോൾ ഡോളൊക്കെ ഉണ്ടാക്കുകയാണ്, ഫേസൊക്കെ സ്കൾപ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ പ്രാക്ടീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ക്ലേ ഒരുപാട് യൂസ്ഫുള്ളാണ്. ഞാനിപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലേ യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ചെറിയ ചെറിയ ഡീറ്റെയിൽസ് അതെല്ലാം കൊടുത്ത് പഠിക്കാനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. എന്നോട് ഒരു കമൻറ്റിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരാണെന്ന് ഞാൻ ഓർക്കണില്ല, ഏത് ക്ലേ ആണ് സ്യൂട്ടബിളായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. ആ കുട്ടി വാങ്ങിച്ച ഒരു ക്ലേ ഒരുപാട് ദിവസം എടുക്കും ഉണങ്ങാൻ. അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല, അത് ഈ ക്ലേ തന്നെയാണോ എന്നൊന്നും അറിയില്ല. സാധാരണഗതിയിൽ എയർ ഡ്രൈ ക്ലേ ഉണങ്ങാനായിട്ട് ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം, ചിലപ്പോൾ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള മഴയൊക്കെയുള്ള സമയങ്ങളിൽ ഉണങ്ങാൻ ഒരുപാട് താമസിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പം വലിയ ഡോൾസൊന്നും ചെയ്യാത്തത് മഴയൊക്കെ ഉള്ള സമയത്ത്. പക്ഷേ അതിനപ്പുറത്തേക്ക് പോകാൻ ചാൻസ് വളരെ കുറവാണ് എയർ ഡ്രൈ ക്ലേ ആണെങ്കിൽ. അത് മേ ബി നമ്മൾ വാങ്ങിക്കുന്ന ക്ലേയുടെ പ്രോബ്ലം ആയിരിക്കാം. ചില ക്ലേയിൽ അതിൻ്റെ ക്വാളിറ്റി വെച്ചിട്ട് ആയിരിക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ബിഗിനറാണ്, ഫസ്റ്റ് ടൈം അധികം അങ്ങനെ സ്കൾപ്റ്റിംഗ് ഒന്നും ചെയ്യാത്ത ആളാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരിക്കലും ഉണങ്ങാത്ത ക്ലേ വാങ്ങിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് കുറേ പ്രാക്ടീസൊക്കെ ചെയ്തതിന് ശേഷം എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലേസ് വാങ്ങിക്കുന്നതല്ലേ നല്ലത്. അല്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത്രയും ക്ലേ നഷ്ടം വരും. ഇല്ലെങ്കിൽ ഞാനൊക്കെ ഫസ്റ്റൊക്കെ ചെയ്തു തുടങ്ങിയത് ഗോതമ്പ് മാവിലാണ് കേട്ടോ. ഗോതമ്പ് മാവിൽ ചെയ്യും, പിന്നെ അതിൽ ഉപ്പൊക്കെ ചേർത്ത് ചെയ്താലും കുറച്ച് ഗോതമ്പ് മാവ് എടുത്തിട്ട് അമ്മയൊക്കെ ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ കുറച്ച് എടുത്തിട്ട് അങ്ങനെയാണ് ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ അതാകുമ്പോഴും ഫുഡ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം വേസ്റ്റ് ആക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതും ബുദ്ധിമുട്ടായപ്പോഴാണ് പിന്നെ അച്ഛനെനിക്ക് ഈ കുട്ടികളുടെ ക്ലേ വാങ്ങി തന്നിട്ട് അപ്പോൾ അതിൽ ആണ് ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് അത്രയും എത്ര നാൾ വേണമെങ്കിലും അതിങ്ങനെ മോൾഡ് ചെയ്ത് ഡീമോൾഡ് ചെയ്തൊക്കെ നോക്കാൻ പറ്റും. അപ്പം പിന്നെ വീട്ടിൽ ക്ലേ ഉണ്ടാക്കി തുടങ്ങി. പിന്നെ കുറച്ചൊരു കോൺഫിഡൻസ് വന്നപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ എല്ലാം എയർ ഡ്രൈയിൽ തന്നെയാണ് ചെയ്യണത്. എന്നാലും ഇപ്പോഴും ഞാൻ പ്രാക്ടീസ് ഇങ്ങനത്തെ ക്ലേയിൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ക്ലേയുടെ ലിങ്ക് എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യാം കേട്ടോ. സ്കൾപ്റ്റിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ലാഭകരമായിട്ട് ഉണ്ടാക്കി നോക്കാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഞാനിതിൽ കളർ ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ, അത് വാട്ടർ കളറോ പോസ്റ്റർ കളറോ ഉപയോഗിച്ചിട്ട് ചെയ്യാം. കാരണം ക്ലേ വാട്ടർ ബേസ്ഡ് അല്ലാത്തതുകൊണ്ട് തന്നെ കളറ്
വാട്ടർ ബേസ്ഡ് ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ക്ലേ ഈ കളർ പറ്റാതെ എടുക്കാൻ പറ്റുമോ നോക്കണം. അങ്ങനെ റിട്രൈവ് ചെയ്തെടുക്കുന്ന ഒരു ചലഞ്ചിങ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ശരിയാവുമായിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ് കളർ ചെയ്യുന്നത്. കളർ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് നമ്മൾ പ്രാക്ടീസിന് വേണ്ടി മാത്രം ചെയ്യുന്നതല്ലേ. പിന്നെ ഒരു വീഡിയോയ്ക്ക് കുറച്ചുകൂടെ ഭംഗി കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കുറച്ച് കളർ യൂസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഐഡൽ ചെയ്തിട്ട് ഒരു 5 ദിവസത്തോളമായി. എന്നിട്ടും ഇതുവരെ നമ്മുടെ പോസ്റ്റർ കളറ് ഒരു ക്ലേയിൽ പറ്റി പിടിച്ചിട്ടില്ല, ഉണങ്ങിയിട്ടുമില്ല. അത് നമ്മൾ തൊടുവാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ആ കളർ വരും. നിങ്ങൾ കണ്ടല്ലോ, ഞാനത് ഫിക്സ് ചെയ്യുമ്പോഴേ എൻ്റെ കയ്യിലേക്ക് മുഴുവൻ പെയിൻറ്റും ഇങ്ങനെ ഇളകി വരികയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ക്ലേ റിട്രൈവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗണപതി കുട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ചീസ്.